അയ്യോ വിശക്കുന്നു. ഈ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു. കുറച്ച് അങ്ങോട്ടങ്ങനെ മാറി നിൽക്കാൻ. വല്ല കിളികളെങ്കിലും പറന്നു വന്നിരുന്നാൽ മതിയായിരുന്നു എൻ്റെ ദേഹത്ത്. വേട്ടയാടാൻ പോണോന്ന് തോന്നല്ലോ. ഇവിടെ കുറ്റി അടിച്ച് നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. ഏ കുറെ മനുഷ്യരല്ലേ നടന്നു വരുന്നത്? ഈ കാട്ടിൽ എങ്ങനെ ബ്രെയിൻ റോട്ടുകളുടെ നാട്ടില് മനുഷ്യന്മാർക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? അവർക്ക് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടോ ഇങ്ങോട്ടൊക്കെ വരാൻ, ഈ ബ്രെയിൻ റോട്ടുകളുടെ നാട്ടിലോട്ട് വരാൻ? എന്തായാലും വേണ്ടില്ല, ഒരു കിളിയെ പോലും കിട്ടാതിരുന്നു എനിക്കില്ലേ ഒരു സൗഭാഗ്യം കിട്ടിയത്. ഇവിടെ ഒന്ന് മരമായിട്ട് തന്നെ നിൽക്കാം അനങ്ങാതെ. ഇത്ര ദൂരം നടന്നു നമുക്ക് പ്രയോജനം ഉണ്ടായില്ലല്ലോ. ചേച്ചി കാക്ക പറയുന്ന സൗണ്ട് കേൾക്കുന്നു. ഇവിടെ കാക്ക ഉണ്ടെന്നല്ലോ. കാക്ക ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രയോജനം? ചേച്ചിയൊക്കെ പറഞ്ഞു ഇവിടെ ബ്രെയിൻ ഡോട്ടുകൾ മാത്രമേ ഉള്ളൂ, അല്ല വേറെ ആരും ഇല്ലെന്ന്. ഓ എന്തൊക്കെയായാലും വേണ്ടില്ല, മിള്ളറൊന്ന് മാറിക്കേ, ഞാൻ ആ മരച്ചോട്ടോട്ട് നിരിക്കട്ടെ. അയ്യോ ഇപ്പഴാണ് നടുവ് നിവർത്തിയത്. എന്തായാലും ആ ഓറഞ്ച് കഴിച്ചോണ്ട് ഇച്ചിരി വിശപ്പ് താപം പോയി. കുട്ടുകൾ നല്ല ആള് കൊള്ളാമല്ലോ. കുറെ ഓറഞ്ചൊക്കെ കൈ തങ്ങി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ നമുക്കിപ്പോ കഴിക്കാൻ പറ്റിയത്. അതാണ് കുട്ടുപോൻ. ഇവിടെ കുറച്ചേരം ഇരിക്കുന്ന മക്കളെ, അമ്മമ്മ ഇനി ഏത് വഴിക്കാ നമ്മള് പോണ്ടേ? നമുക്ക് താഴോട്ട് പോയി നോക്കാം. നമ്മൾ മേളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്, ഇനി അങ്ങ് താഴോട്ട് ഇറങ്ങി പോകാൻ നോക്കാം. ഈ വർഷം അങ്ങനെ അച്ഛനെ അമ്മയും കണ്ടുപിടിക്കുമോ നമ്മളിപ്പോ കുറെ ദൂരം നടന്നില്ലേടി, എന്തായാലും കണ്ടെത്താതിരിക്കത്തില്ല. എനിക്കതല്ലേ പിള്ളേരെ പേടി. നേരെ സന്ധ്യ എന്നാ തോന്നുന്നേ, ഏകദേശം 6 മണി കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു കാലാവസ്ഥ കണ്ടിട്ട്. നമുക്ക് രാത്രി ഈ മരത്തിന്റെ വെടി കിടന്ന് ഉറങ്ങാം. ഓ അതൊന്നും സേഫ് അല്ലേ പിള്ളേരെ, എപ്പോഴാ ഏതാ വരുന്നത് അറിയത്തില്ല. നമുക്കൊന്നൊരു കാര്യം ചെയ്തല്ലോ, ഈ മരത്തിന്റെ മുകളിൽ കയറിയല്ലോ. ഇത് ഇച്ചിരി ശിഖരങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പിടിച്ച് കയറാൻ പറ്റും തോന്നുന്നു. സ്റ്റെപ്പ് പോലൊക്കെ ഉള്ളതാണ്ട് വേരൊക്കെ ഉണ്ടല്ലോ മരത്തില്. ഓടി എന്നാലും നിങ്ങളുടെ അമ്മൂമ്മയ്ക്ക് കയറാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. ശരിയെന്നാണ് ഇവ വേണ്ട കയറണ്ട, അറിയാൻ പറ്റത്തില്ല എങ്ങനെ പറഞ്ഞു വീണാൻ ചെയ്യും. വേണ്ട, നമുക്ക് താഴെ തന്നെ കിടന്നുറങ്ങാം ഈ മരത്തിന്റെ വീട്ടില്. ആ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കുന്നതാ നല്ലത്. അന്ന് നമ്മളാണെങ്കിൽ ബീച്ചിൽ പോയപ്പോഴല്ലേ ഈ പിർബുറും പാപ്പത്തിനെ കണ്ടത്. അതിനുശേഷം പിന്നെ എപ്പോഴെങ്കിലും കണ്ടായിരുന്നു പിള്ളേരെ? അന്ന് നീയൊക്കെ എൻ്റെ ഇത് രക്ഷപ്പെട്ടു. ആഹാ അവരായിരുന്നു എൻ്റെ, എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്നാ പിന്നെ കുറച്ചുകൂടെ ഡോസ് കൂട്ടിത്തരാം. ഏയ് നിക്ക് ഷീറ്റ്, എല്ലാം ഉരുണ്ടങ്ങ് വീണു പോയി. ഛേ ആ കാട്ടിന് ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാ? എല്ലാം ഉരുണ്ടങ്ങ് താഴെ പോയെന്ന് തോന്നുന്നുണ്ട് അങ്ങ്. ഓ കൈ കിട്ടിയ സാധനങ്ങളാ പോയത്. ഇനി വല്ല കിളികളും വരുന്ന നോക്കിയിരിക്കണം. കിളി പോയിട്ട് ഈച്ചയെ പോലും കാണാനില്ല. അയ്യോ വിശക്കുന്നേ. എന്റെ പൊന്നെ, ഇവിടെ വന്ന് നമ്മൾ ഉരുണ്ട് നിന്നല്ലോ. അയ്യോ എന്തെങ്കിലും പറ്റിയോ മക്കളെ? എന്തോ ചെറിയൊരു ഓർമ്മ പോലെ. എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ. വാ നമുക്കിനി മുന്നോട്ട് നടക്കാം. ആ പിർബിറും പാപ്പത്തിന്റെ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്ത്. കുട്ടുമ്പോ വീണുണ്ടല്ലേ നമ്മൾ എല്ലാവരും അവനെ പിടിക്കാൻ പോയത്. അങ്ങനെയല്ലേ നമ്മൾ എല്ലാവരും പുറകെ ഉരുണ്ടുരുണ്ടിക്ക് പോകുന്നത്. ആ ശരി, നമുക്ക് ആ വഴി പോകാം. മക്കളെ അങ്ങ് ദൂരെ എനിക്ക് എന്തോ ഒരു ടെന്റ് പോലെ കാണുന്നുണ്ടല്ലോ. സന്ധ്യ ആവാറായി കേട്ടോ. ഒരു ടെന്റ് പോലെയാണ്. നമ്മുടെ ആളൊന്നും കാണുമോ? ആൾ താമസമല്ലോ. നമുക്ക് പോയി നോക്കിയാലോ? പോടാ കുട്ടുപണി ചന്ദ്രൻ, ഈ ടെന്റിനകത്ത് മനുഷ്യന്മാർ വന്നോണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അച്ഛനെ ഒന്ന് കണ്ടുപിടിക്കണം. മാറി മക്കളെ, ഞാൻ ആ ടെന്റ് തുറന്നു നോക്കട്ടെ, ആളുണ്ടോ അതില്. ബലേറീന ഓ ഇപ്പഴിത് എവിടെ പോയി കിടക്കുവാ? എനിക്കൊരു കോഫി ഇട്ടുണ്ട് പാടി. വരുന്നു. കോഫി എവിടെയടി? 2-3 മനുഷ്യരെങ്കിൽ അവിടെ നിൽക്കുന്നത്. ഞാൻ അവരെ നോക്കിക്കുവായിരുന്നു. കോഫി ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല. ആ മനുഷ്യരോ? ഞാൻ നോക്കട്ടെ. ഓ ഭാഗ്യ, ഒരു വീടല്ലേ കാണുന്നത്. ആ ശരിയാണല്ലോ, മനുഷ്യന്മാര് കാണുമായിരിക്കും ഇവിടെ. ഓ ഇത്രയും നേരം നമ്മൾ ബ്രെയിൻ റോട്ടിനെ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ മനുഷ്യന്മാരുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം. നമ്മൾ പിള്ളേരെ ഇവിടെ നിന്ന് കണ്ടോന്ന് ചോദിക്കാം. വാ നമുക്ക് അകത്തോട്ട് കയറിച്ചില്ല. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഹലോ, ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. ആൾത്താമസമില്ലാത്ത വീട് വല്ലതാണത്. നിങ്ങൾ ആരാ? ഓ ഒരാളെ കണ്ടല്ലോ. യോ ഞങ്ങളാണെങ്കിലേ ഈ കാട്ടി പെട്ടുപോയതാ. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ മോളെ? ഇവിടെ എൻ്റെ ചേട്ടനുണ്ട്. ചേട്ടനെ ഞാൻ വിളിച്ചോണ്ട് വരട്ടെ പോയി.
അങ്ങനെ ഒരു മനുഷ്യനെങ്കിലും കണ്ടല്ലോ നമ്മൾ ആദ്യമായിട്ട് ഇല്ലേ? പക്ഷെ ആ പുള്ളിക്കാരത്തിന്റെ തല കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ഡൗട്ട്. പിന്നെ വെറുതെ ഡൗട്ട് അടിച്ചിരിക്കാൻ ചേട്ടാ, സന്തോഷിക്കാൻ നോക്ക്. അത് തന്നെ ആ പുള്ളിക്കാരത്തിന്റെ ഹസ്ബൻഡ് വരുവാണെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാലോ പിള്ളേരെ കാണാനില്ലെന്ന്. അപ്പൊ ആ പുള്ളി ഹെൽപ്പ് ചെയ്യും നമ്മളെ പിള്ളേരെ കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പഴാ പകുതി ആശ്വാസമായത്. പകുതി ആശ്വാസോ? ആ കുട്ടിയുടെ ഹസ്ബൻഡ് ആരാ നോക്കിക്കേ. അയ്യോ കാപ്പുച്ചിനോ അസസീനോ. അയ്യോ അതപ്പം പലറിനെ അടങ്ങി നിൽക്കുന്നേ. അടങ്ങി നിൽക്കല്ലാന്നോ? ഞങ്ങളുടെ വീട്ടിൽ കയറാനുള്ള ധൈര്യം. പണി പുറകെ തന്നെ വരുന്നുണ്ട്. വാടി ബലറിന, എന്റെ കൈ ഇരിക്കുന്നത് മൂർച്ചയില്ലാത്ത വാളാ. മൂർച്ചയുള്ള വാൾ എടുത്തിട്ട് വരാം മോളിത്. എല്ലാരും വീഴ്ച നിൽക്കുന്നേ. ഓടി രക്ഷപ്പെടാൻ നോക്ക്. മൂർച്ചയുള്ള വാളെടുക്കാൻ പോയ വാസമായിട്ട് നമുക്കിവിടെ നോടാം. നമ്മൾ വെറുതെ വന്നിട്ട് ടെന്റ് തുറന്നു നോക്കി മനുഷ്യരുണ്ടെന്ന് പറഞ്ഞു. ശേഷം ആരും ഇല്ലാതായിപ്പോയിട്ടില്ലേ? ഇതിന് ചിലപ്പോ നേരത്തെ അതിന് മനുഷ്യരുണ്ടായിരിക്കും. അവരാണെങ്കിൽ ഇവിടുന്ന് ചിലപ്പോ പേടിച്ചോടിയെല്ലാം പോയതായിരിക്കും. അല്ല നമ്മളിങ്ങനെ ഒരുപാട് നേരം പുറത്തിരിക്കുന്ന അത്ര സേഫ് അല്ല മക്കളെ. ശരിയാ, നമുക്ക് അകത്ത് കയറിയിരിക്കാം. മനുഷ്യന്മാരെ കണ്ടില്ലെങ്കിലേ നമുക്ക് ഈ രാത്രി ഇന്ന് തങ്ങാൻ വേണ്ടിട്ട് ഈ ഒരു ടെന്റ് കിട്ടി തന്നെ ഭാഗ്യം. അത് ശരിയാ. എന്നാ വാ നമുക്ക് ടെന്റിനകത്ത് കയറി ടെന്റ് ക്ലോസ് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് കയറിയതിനു ശേഷം മഴ പെയ്തേതായാലും. ഇത് മഞ്ഞമഴയൊന്നും അല്ലെന്ന് തോന്നുന്നു, അല്ലാതെ റിയൽ ആയിട്ടുള്ള മഴയാന്ന് തോന്നുന്നു. ഉറങ്ങു മക്കളെ. നമുക്ക് ഈ ടെന്റ് കിട്ടി എന്ത് ഭാഗ്യത്തിനല്ലേ. അല്ലെങ്കിൽ നമ്മളിപ്പോ എവിടെ ആ മഴയത്ത് നമ്മൾ എവിടെ പോയിരുന്നേനെ. കൊച്ചു പിള്ളേരെ കൊണ്ട് ഞാൻ പാടുപെട്ടേനെ. ആ ഞാൻ കിടക്കാം. എന്നാലും വലുതായിട്ട് ഉറക്കൊന്നും വരത്തില്ല, പേടിയായിരിക്കുമല്ലോ നമുക്ക്. എന്തായാലും എല്ലാരും കണ്ണടച്ച് കിടക്ക്, അപ്പോഴത്തേക്ക് പിന്നെ ഉറക്കം വന്നോളൂ. അവരെ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവർ കാരണം തണ്ട് തടിയുള്ള ആണുങ്ങളും അങ്ങ് തണ്ട് തടിയുള്ള പെണ്ണുങ്ങളും. അതുകൊണ്ട് നമ്മൾ അവരെ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളെ കാര്യം ഓർത്തായിരിക്കും മക്കളെ അവർ വിഷമിക്കുന്നത്. കുട്ടുമ്പോ ഇനി കരയൊന്നും വേണ്ട, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഭയങ്കര മഴയാന്ന് തോന്നുന്നു പുറത്ത്. എന്തു വന്ന സൗണ്ട് കേൾക്കുന്ന വന്യമൃഗങ്ങൾ വല്ലതും ആണോ? കൊറേ നേരം കിടന്ന് ഉറങ്ങി. നേരെ വെളുക്കാറായെന്ന് എനിക്ക് തോന്നുന്നേ. ചെറിയൊരു വെട്ടം കാണുന്നുണ്ടല്ലോ. ഭാഗ്യത്തിന് ഈ പാരാത്രിക്ക് ആരും വന്ന് കൊട്ടി വിളിക്കാൻ കാര്യമായി. ഇപ്പൊ പിന്നെ പകലാകാറായി, അതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയ വെട്ടം കാണുന്നുണ്ട് മക്കളെ. പക്ഷെ എങ്കിലേ ആരോ എങ്കിലും കൊട്ടി വിളിക്കുന്ന സൗണ്ട് കേട്ടതായിട്ട് ഞാൻ എഴുന്നേറ്റത്. മോനൊരു കാര്യം ചെയ്തോണ്ട് അതുവഴി അങ്ങോട്ട് ഊർന്ന് നോക്കിക്കേ ആരാന്ന്. വെളിയിലോട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുവഴി നോക്കിയാല്. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റും. മോൻ അങ്ങോട്ട് എത്തി നോക്കിക്കേ. ഒറ്റയാണോ മോനെ? ഇങ്ങോട്ട് വാ, നമുക്ക് ഈ മൂലയ്ക്ക് അങ്ങനെ ഒതുങ്ങിയിരിക്കാം. ഇങ്ങോട്ട് വാ പിള്ളേരെ. ഈ ടെന്റിനകത്ത് ആരൊക്കെയോ ഉണ്ടല്ലോ. ഇത് ചവിട്ടി അരയ്ക്കാൻ പോവാ ഞാൻ. ആരാ ഉള്ളതെന്ന് വെച്ചാൽ പുറത്തിറങ്ങി വാ, അല്ല ഞാനിപ്പോ ടെന്റ് ഞാൻ തവിട് പൊടിയാക്കും. ഇറങ്ങി വരുന്നുണ്ടോ ഇങ്ങോട്ട്? ആളുണ്ടോ? ഇറങ്ങിങ്ങോട്ട്. നിനക്കൊക്കെ എന്താ ഞാൻ പറഞ്ഞ കേൾക്കാൻ വയ്യേ? ഇതിനകത്ത് ആളുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. ഞാൻ ഇപ്പൊ ചവിട്ടി അരയ്ക്കും. അപ്പുറത്തോട്ട് പോട്ടെ. എടാ കുട്ടുമോനെ നീ പോയി നോക്കിയാടാ. ലിറിലാറിലെ പോയ നോക്ക്. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം. ഇതിന്റെ ബാക്കിൽ കൂടെ അങ്ങ് ഇറങ്ങി പോവാം. അപ്പൊ ലിറിലാറിനെ കാണത്തില്ല, അപ്പുറത്തല്ലേ നിൽക്കുന്നത്. ഉറപ്പാണോ? ആ എന്നാ പിന്നെ ഇതുവഴി തന്നെ പോവാല്ലേ. ആ ഞാനും കണ്ട് ചവിട്ടി അത് പൊടിച്ചു കളഞ്ഞ്. അയ്യോ നമ്മള് കറക്റ്റ് സമയത്ത് ഇറങ്ങിയത്. ആ ദേ വരുന്നു. അവസാനം നമ്മുടെ മക്കളെ അമ്മ കിട്ടി. മക്കളെ നിങ്ങൾ എവിടെ ഇതുവരെ? ഞങ്ങള് വിഷമിച്ചൊരു കൈ കിടപ്പില്ല. നിങ്ങൾ രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടി മക്കളെ? നിങ്ങൾ ഇനി കാണാൻ പറ്റുന്ന ഞാൻ ഉദ്ദേശിച്ചേ ഇല്ല. ഞങ്ങളെല്ലാരും വെട്ടി നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? നമ്മളെന്തായാലും പെട്ടുപോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓ എനിക്ക് നാവെടുത്ത് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാരും കേറിക്കോ. അയ്യോ ഒരു പ്ലെയിൻ വരുന്നു. എല്ലാം നേരത്തെ കയറ്. അവറ്റകളെല്ലാം നമ്മെ വെട്ടിച്ചിട്ട് ആ ഹെലികോപ്റ്ററിൽ കയറിപ്പോയി.
അതെന്താ നമുക്ക് അവരുടെ പുറകെ അങ്ങോട്ട് പോകാമല്ലോ, അവരുടെ നാട്ടിലോട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് അവർ രക്ഷപ്പെട്ടെങ്കിലേ അവരുടെ നാട്ടിലോട്ട് നമുക്ക് പോകാമല്ലോ. സാറേ എന്നാലും ഞങ്ങൾ രക്ഷപ്പെട്ടത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാറ്റലൈറ്റാ ഞങ്ങൾ അറിയിച്ചത് നിങ്ങൾ അവിടെ തലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട്. അത് പ്ലെയിൻ റോഡ് കണ്ട നാടാ, ഏരിയ അത്. ആ ഭാഗത്ത് നിങ്ങൾ അങ്ങനെ ചെന്ന് പെട്ടത്. സാറേ അത് ഞങ്ങൾ പോയ പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയത് അവരങ്ങോട്ട്. ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത കാര്യം ഞങ്ങൾക്ക് അതിന് വിവരം ലഭിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിരീക്ഷണത്തിലായിരുന്നു നിങ്ങളെ. പിന്നെ അവസാനം നിങ്ങളെ കണ്ടു കിട്ടിയത്. എന്തൊക്കെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ. അതെ സാറുമാർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ലേ സാറേ? കറക്റ്റ്.